ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയിട്ട് പോകാം. ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, സ്റ്റോറിക്ക് പോകാം. ആ നമ്മളെ ഹീറോയിൻ്റെ പേര് മിയ. അതെ, ജങ്കുക്ക് പറഞ്ഞ ഒരു റിച്ച് ബോയ്, അതുമാത്രമല്ല ഒരു കമ്പനീൻ്റെ ഒരു CEO ആണ് ജങ്കുക്ക്. ബിസിനസ് മാൻ, അതുമാത്രമല്ല റിച്ച് ബോയ്. അതെ, ജങ്കുക്ക് ഒരു ഗേൾ ബേബി ഉണ്ട്. ഗേൾ ബേബീൻ്റെ പേര് ഒയാരി. അതെ, 3 വയസ്സായി ഒയാരിക്ക്. ആ ആ അതെ, ഇപ്പം ജങ്കുക്ക് ബേബിനെ എടുത്തോണ്ട് അതെ ജങ്കുക്ക് സ്വന്തം വീട് പറഞ്ഞ് ഡാഡി മമ്മി ജങ്കുക്കിയുടെ മാരേജ് കഴിക്കാൻ പറഞ്ഞ് ജങ്കുക്ക് വേണ്ടെന്ന് ജങ്കുക്ക് മമ്മി ഡാഡിയുടെ പിണങ്ങിയിട്ട് ഒരു വീട് അത് ജങ്കുക്ക് ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ നിറയുണ്ട് ജങ്കുക്ക്. അതെ, ജങ്കുക്ക് ഒരു വീട് മേങ്ങി ആ വീട് മേങ്ങി അവിടെ താമസിക്കാൻ തുടങ്ങിയായിരുന്നു. അതെ, കുറച്ച് ദൂരെയാണ് ഹീറോയിൻ്റെ വീട്. അതെ, ഹീറോയ്ക്ക് മിയ പറഞ്ഞ അതെ മിയക്കൊരു വീടുണ്ട്. അത് അതെ മിയ ഉള്ള വീടാണ്. മിയക്ക് 17 വയസ്സ്. ഓക്കെ, സ്കൂൾ ഗേളാണ്. ഓക്കെ, മിയ മമ്മി എനിക്ക് ലേറ്റായി, എനിക്ക് സ്കൂളിലേക്ക് പോകണം എന്ന് പറഞ്ഞ് സൈക്കിൾ ചോട്ടിട്ട് ബായ് മമ്മി വയ്യ നോക്കുക എന്ന് പറഞ്ഞ് മിയ അവിടുന്ന് ഓടിപ്പോയി. ഇവിടെ വെച്ച് എന്ത് ചെയ്യുക എന്ന് പറഞ്ഞ് മിയ സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ ഒരു വണ്ടി ഒരു വണ്ടി വന്നായിരുന്നു. ഒരു വണ്ടി വന്നായിരുന്നു. അതെ, ജങ്കുക്കിൻ്റെ വീട് ഗസ്റ്റ് ഹൗസ് പറഞ്ഞ് അവിടെ നിറയെ പുതിയ സാധനങ്ങൾ AC എല്ലാം വരാം. അതിന് മുമ്പ് പറഞ്ഞ പുതിയ വീടാണ് ഗസ്റ്റ് ഹൗസ് കെട്ടിയതാ. അത് പുതിയതാണ്. ജങ്കുക്ക് ഓൾറെഡി കെട്ടിയതായിരുന്നു. പുതിയ ഗസ്റ്റ് ഹൗസ് ആണ്. അന്ന് അതിൽ നിറയെ സാധനമെല്ലാം അകത്ത് പോവാണ്. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല, ആരാ ഇത് വരുന്നത്. അങ്ങനെ വണ്ടിയിലുള്ള ആൾക്കാർ അങ്ങോട്ട് സാധനമെല്ലാം കൊണ്ടുപോയി. AC എന്തെല്ലാം സാധനങ്ങൾ കൊണ്ടുപോകാം. പുതിയതാണ്. ഹീറോയിൻ നോക്കായിരുന്നു. അങ്ങനെ കാറ് വന്നായിരുന്നു. ആ കാറിൽ ജങ്കുക്ക് ഇറങ്ങിയായിരുന്നു. ജങ്കുക്കിന് കണ്ട ഹീറോയിൻ മൊത്തത്തിൽ ഫ്ലാറ്റ്. വാവ്, ഹാൻസം ആയിട്ടുണ്ടല്ലോ എന്ന് ഹീറോയിൻ ചുള്ളു വിട്ട് നോക്കായിരുന്നു. അങ്ങനെ ബേബി ഉണ്ടായിരുന്നു. ബേബീനെ ഏറ്റിയായിരുന്നു. ബേബീനെ ഒരു മെയ്ഡ് ഏറ്റിയായിരുന്നു. ഒരു മെയ്ഡും ഉണ്ടായിരുന്നു. ആ സർ, എന്ത് ചെയ്യണമെന്ന് പറയുന്നത്. അതൊരു ഗേളായിരുന്നു. അപ്പോൾ ഒരു വൈഫാ എന്ന് പറഞ്ഞ് ഹീറോയിട്ട് എത്തിയേച്ചു. അത് വൈഫല്ല, അത് മെയ്ഡായിരുന്നു. അതെ, കുട്ടീനെ നോക്കുന്ന മെയ്ഡ്. അതായിട്ട് ഇത് ഹസ്ബൻഡ് വൈഫാ എന്ന് പറഞ്ഞ ഹീറോയ്ക്ക് എന്ത് ചെയ്യാ എന്ന് പറഞ്ഞ ഹീറോയുടെ മെയ്ഡ് സാഡായിരുന്നു. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് മിയ അവിടുന്ന് പോയായിരുന്നു. തിരിഞ്ഞു മറിഞ്ഞ് നോക്കിയിട്ട് ഹീറോ അവിടുന്ന് പോയി സ്കൂളിലേക്ക് പോയി എത്തിയായിരുന്നു. സ്കൂളിൽ എല്ലാ ഫ്രണ്ട്സ് എല്ലാം ഇങ്ങനെ ഗ്യാങ് ഇങ്ങനെയായിട്ട് ഇത് കളിക്കായിരുന്നു. മിയ വന്നായിരുന്നു. മിയ പറയുന്നു, റോസ് എവിടെയാണ് ഉള്ളത് എന്ന് പറയണോ. റോസ് അവിടെ ഇരുന്നിട്ട് വലിയ ആൾ മതി, ഏയ് താടി എന്ന് പറഞ്ഞ് റോസ് ദിയുടെ വഴക്കുണ്ടാക്കുക. റോസ് എന്നെ വിളിക്കായിരുന്നു. ഇത് മിയാൻ്റെ വോയിസാണല്ലോ. എന്ത് മിയ, ദിയ എന്താ ഇവിടെ ചെയ്യുന്നത്? ഇല്ലടി, ദിയ പറയാം. എടി, എൻ്റെ ഡാഡി ലണ്ടനിലേക്ക് പോയതിട്ട് ലണ്ടനിൽ പോയിട്ട് എനിക്കിഷ്ടപ്പെട്ട ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നോക്ക്, ഇവൾ കേൾക്ക റോസ്. അത് മാത്രമല്ല എനിക്ക് ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ചോക്ലേറ്റ് അതെ, ഈ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ അതെ മമ്മിയാണല്ലോ എൻ്റെ ഉള്ള ചോക്ലേറ്റിന് പൗഡർ ചോക്ലേറ്റ് ഉണ്ടാക്കി തന്നതാ. അത് ഇവൾ കേൾക്കാന്ന് പറഞ്ഞാൽ ഇവൾ നേരെ കേട്ട തരുമല്ലടി. ഇവൾ എന്തിനാ 2 കേൾക്കാം. ഇല്ലടി അങ്ങനെ മിയ പറയുന്നു. എന്തിനാ റോസ് 2 കേട്ടാ. എടി, ഞാൻ 2 കേൾക്കാൻ കാരണം ഒരു ചോക്ലേറ്റ് നിനക്ക്, ഒരു ചോക്ലേറ്റ് എനിക്ക്. അപ്പോൾ ദിയ പറയായിരുന്നു, അവൾ വന്ന് അവൾക്ക് ഞാൻ കൊടുക്കില്ലേ ചോക്ലേറ്റ്. നീ ഇങ്ങനെ പറയാം. ദിയ പറഞ്ഞ ഹീറോയുടെ ഫ്രണ്ടായിരുന്നു ദിയ. എന്നടി അവളെ കൊടുക്കുന്നത് ഞാൻ. അപ്പോൾ നമ്മൾ റോസിന് വിളിച്ചേ എന്ന് പറഞ്ഞൊരു മേടിച്ച് കഴിഞ്ഞാൽ അതെ റോസ് പണ്ട് ചുമ്മാ പറഞ്ഞത്. റോസൊക്കെ ആ ചോക്ലേറ്റ് ഇഷ്ടപ്പെട്ടായിരുന്നു. അത് കൊണ്ട് ചോക്ലേറ്റ് എന്നും തിന്നാറുണ്ട്. അങ്ങനെ ആയിരുന്നു. അങ്ങനെയായിട്ട് സ്കൂളിൽ ടീച്ചർ വരുന്ന സൗണ്ട് കേട്ടോ. അയ്യോ, ടീച്ചർ വന്നു. അങ്ങനെ ടീച്ചർ വന്നായിരുന്നു. അങ്ങനെ ടീച്ചർക്ക് എല്ലാവരും പറയായിരുന്നു, വിഷ് ചെയ്തു. ടീച്ചർ പറയായിരുന്നു, ശരി ഓക്കെ, എന്നെ നിങ്ങൾക്ക് ക്ലാസ്. ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. ടീച്ചർ വില മാതിയാക്കുക. ടീച്ചർ, ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നിങ്ങൾക്ക് ഈ ക്ലാസ് എടുക്കാം. ഈ ടീച്ചർ ചി എന്ന് പറഞ്ഞ് ഹീറോ ഇതാക്കിയായിരുന്നു. ടീച്ചർ പറയായിരുന്നു, വല്ല സിൽക്ക് മതി ടീച്ചർ എന്ന് പറഞ്ഞ് ഹീറോ ടെൻഷൻ പറയായിരുന്നു. അതെ, ടീച്ചർ പറഞ്ഞ് ഭയങ്കര മോഡൽ ടീച്ചറാണ്. അതെ, ടീച്ചർ അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു ടീച്ചർ കാണുമ്പോൾ. അങ്ങനെ ക്ലാസ്സിൻ്റെ ടീച്ചർ പോയായിരുന്നു. ടീച്ചർ സമാധാനമായിട്ട് പോയിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞിട്ട് ടീച്ചർ ബ്യൂട്ടി എന്ന് പറയുന്നു. ഹീറോയുടെ ഫ്രണ്ട് പറയായിരുന്നു റോസ്, ഇവൾക്ക് കോളേജ് ബ്യൂട്ടി പറയുന്നത് അല്ല, സ്കൂൾ ബ്യൂട്ടി എന്ന് പറയുന്നതിനിടെ നീ സ്കൂളിൽ ക്യൂട്ട് ബ്യൂട്ടി അല്ലേ. എടി, അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് ഹീറോ ടെൻഷനായിരുന്നു. അങ്ങനെ ഒരു ചെക്കൻ വന്ന് ഹീറോയിൻ്റെ സംസാരിക്കാൻ ട്രൈ ചെയ്തായിരുന്നു. ആരാ നീ എന്ന് ഹീറോ കേൾക്കായിരുന്നു. അത് ഞാൻ ബാഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നു. അങ്ങനെ ഹീറോയിൻ്റെ സംസാരിക്കായിരുന്നു. ഹീറോയിനോട് പ്രൊപ്പോസ് ചെയ്യാൻ പ്ലാൻ ഇട്ടായിരുന്നു ആ ചെക്കന്.
അതുകൊണ്ട് സോറിപ്പാ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് ഹീറോയി വന്നായിരുന്നു. ഹീറോയുടെ ഫ്രണ്ട് റോസ് പറയായിരുന്നു, എന്താപ്പാ ബൾബായി പോയോ? ഞാൻ പറഞ്ഞിട്ടില്ലപ്പാ, അവൾക്ക് നിന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ഹീറോയുടെ ഫ്രണ്ട് റോസ് ഭയങ്കര കളിയാക്കിയിട്ട് അവനെ പോയായിരുന്നു. ആ ചെക്കനക്ക് മൂഡ് ചേഞ്ച് ആയിരുന്നു. അങ്ങനായിട്ട് ദിയ വന്ന് പറയുന്നത്, എടാ നിനക്ക് വേറെ പണിയില്ലടാ. ആ ഇന്നലെ നീ ആ ക്ലാസ്സിലെ ജൂനിയർക്ക് റോസ് കൊണ്ട് പ്രപ്പോസ് ചെയ്തു. ഞങ്ങൾ 3 പേരും നോക്കിയുണ്ടായിരുന്നു, നമ്മൾക്കും കേട്ടായിരുന്നു. പിന്നെ നിന്നെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യൂ എന്ന് പറയായിരുന്നു. അവനക്ക് ഷാക്കായിരുന്നു. അയ്യോ തലയിൽ കൊണ്ട് മറന്നു എന്ന് പറഞ്ഞ ചെക്ക ഷാക്കായിരുന്നു. ദിയ പറയായിരുന്നു, എടാ നിന്റെ ക്ലാസ്സിലെ ഡാറ് അത് തന്നതല്ലേ, അതുകൊണ്ട് ഗെയിം കളിക്കായിരുന്നു. അതുകൊണ്ട് ഒരു വലിയ ഇവള് പ്രപ്പോസ് ചെയ്താൽ നീ ജയിച്ച്, അങ്ങനെ ഒന്നുമില്ല, ഇവള് ഓൾറെഡി അറിയൂടാ എന്ന് പറഞ്ഞ് അവനക്ക് മണ്ടയ്ക്ക് വീണ്ടും ഒരു അടി വെച്ച് പോയായിരുന്നു. എന്നെ പറഞ്ഞ് അവൻ്റെ പൈസ പോയി. ഷേ എന്താ പറയുക, അവന് 10,000 പോയി. അവനൊക്കെ ടെൻഷൻ അച്ഛേ ഞാൻ ഗെയിമിൽ തോറ്റുപോയി എന്ന് പറഞ്ഞ് അവന് ഫ്രണ്ട്സ് കളിയൊക്കെ എങ്ങടാ ഗെയിമിൽ തോറ്റുപോയില്ലേ എന്ന് പറഞ്ഞു. അതിനിങ്ങനെ കോമഡി ആയിരുന്നു. അതുകൊണ്ട് ചിരിച്ചിട്ട് ഹീറോയ്ക്ക് അതെല്ലാം കേൾക്കുമ്പോൾ ചിരിപ്പ് വന്നായിരുന്നു. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് ആ മേഡ് ഇങ്ങനെ വെളിയിൽ വന്നായിരുന്നു. കുട്ടീനെ ഇങ്ങനെ ഫുഡ് കിട്ടായിരുന്നു. അങ്ങനെ ഹീറോയിൻ ഇങ്ങനെ വെളിയിൽ വന്ന് നോക്കുമ്പോൾ കുട്ടിയോട് ഓടിയോ ഹീറോയിൻ വീഴും ബേബിനെ പിടിച്ചിരുന്നു. ബേബി ക്യൂട്ടായിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞ് ബേബിനെ നോക്കാൻ ബേബി കുറച്ച് മുണ്ട് സംസാരിക്കാൻ കഴിഞ്ഞല്ലേ. അത് ബേബിയുടെ പേര് കേട്ടു. എന്ത് പേര് ഞാൻ മേഡ് വന്ന് പറയായിരുന്നു. ബേബി ഹീറോയിനെ ഡ്രസ്സിന് വിടുന്നില്ല. അങ്ങനെ ബേബിനെ എടുത്തോണ്ട് ഹീറോയിൻ വീട്ടിലൊക്കെ പോയായിരുന്നു. അങ്ങനെ മേഡ് കൂടെ വന്നായിരുന്നു. അമ്മയുടെ കേൾക്കായിരുന്നു, ആ നിങ്ങളെ ഹസ്ബൻഡ് എന്താ ചെയ്യുക? അങ്ങനെ അമ്മയുടെയൊക്കെ അവരുടെ മാരേജായി. മാരേജ് പറയായിരുന്നു. ഓ ഹസ്ബൻഡ് എന്താ ജോലി ചെയ്യുന്നത് എന്ന് കേൾക്കാൻ പോകുമ്പോൾ ഹീറോയിൻ്റെ മമ്മി വിളിക്കുമായിരുന്നു. ശരി ഇപ്പം വരാം എന്ന് പറഞ്ഞ് ഹീറോയിൻ പോയിട്ട്, ആ നിങ്ങളെ ഹസ്ബൻഡ് എന്താ എവിടെ ഉണ്ടു കേൾക്കാം. കുട്ടി നിങ്ങൾ തന്നെ എന്ന് കേൾക്കാമായിരുന്നു. അതിൻ്റെ മേഡ് പറയായിരുന്നു, ഇല്ല ഞാനിവിടെ ജോലി ചെയ്യാൻ വന്നത് എന്നിട്ട് ഹീറോയിൻ്റെ മമ്മീൻ്റെ കൂടെ പറയായിരുന്നു. അമ്മേട് ഞാൻ കുട്ടീനെ നോക്കി വന്നത് കാറ്റക്കാരാണ് എന്ന് പറ. ഹീറോയ്ക്ക് ഷോക്കായി പോയി.